നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവരെയും റിയാക്ട് ജെഎസ് മലയാളം ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിയാക്ട് ജെഎസിൻ്റെ ബേസിക്സ് പഠിപ്പിക്കുന്ന ഒരു ചെറിയ കോഴ്സാണിത്. ഈ കോഴ്സിൽ നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആയിട്ടുള്ള റിയാക്ട് ജെഎസ് എന്താണെന്നും അതിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഈ വീഡിയോ സീരീസിലേക്ക് കയറാം. ഒരുപാട് ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് UI ലൈബ്രറിയാണ്. യൂസർ ഇൻ്റർഫേസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത്. ഇതൊരു ഫ്രെയിം വർക്ക് അല്ല. നിങ്ങൾ ആംഗുലാർ എന്ന ഒരു ഫ്രെയിം വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ആ ലൈബ്രറി ഒരു ഫ്രെയിം വർക്കാണ്. പക്ഷേ റിയാക്ട് ഒരു ഫ്രെയിം വർക്കല്ല. അപ്പോൾ എന്താണ് ലൈബ്രറിയും ഫ്രെയിം വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രെയിം വർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഫ്രെയിം വർക്കിൻ്റെ അകത്താണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ കോഡിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ ആംഗുലർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ആംഗുലർ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. അതേസമയം റിയാക്ട് ജെഎസ് ഒരു ലൈബ്രറി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് നമുക്ക് റിയാക്ട് ജെഎസിനെ ഇൻക്ലൂഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സോ ഇതാണ് റിയാക്ട് ജെഎസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫ്രെയിം വർക്ക് അല്ല, മറിച്ച് നമുക്ക് യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ഈ ലൈബ്രറി എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്, കാരണം ഇത് ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ ജോദാൻ വാൽക്ക് എന്ന് പറയുന്നുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇത് റിയാക്ട് ജെഎസ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ഇത് ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇത് ഒരു കമ്മ്യൂണിറ്റിയും കൂടെ ചേർന്നായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് സൈഡ് ലൈബ്രറിയാണ് റിയാക്ട് ജെഎസ്. അതുപോലെ ഇത് വളരെ ഫാസ്റ്റാണ്. ഇതിൽ വിർച്വൽ ഡോം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. എന്താണ് വിർച്വൽ ഡോം എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ വിർച്വൽ ഡോം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ആക്കി മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് റിയാക്ട് ജെഎസ് ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് റെസ്പോൺസ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പ്യുവർ ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് മാത്രം അറിയാവുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് പഠിച്ചെടുക്കാം. അതേസമയം നമ്മളിപ്പം ആംഗുലർ ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് നമുക്ക് പ്യുവർ ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. സോ അതാണ് റിയാക്ട് ജെഎസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഒരു റീയൂസബിൾ കമ്പോണൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് കമ്പോണൻറ്റ് എന്നുള്ളതും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഒരു ഫുൾ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പല ചെറിയ കമ്പോണൻറ്റ്സ് ചേർന്നിട്ടാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, റിയാക്ട് ജെഎസ് നമുക്ക് രണ്ട് തരത്തിലുള്ള ആപ്ലിക്കേഷനും യൂസ് ചെയ്യാം. അതായത് ആപ്ലിക്കേഷൻസ് നമുക്ക് രണ്ട് തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. സിംഗിൾ പേജ് ആപ്ലിക്കേഷനും ക്രിയേറ്റ് ചെയ്യാം, മൾട്ടി പേജ് ആപ്ലിക്കേഷനും ക്രിയേറ്റ് ചെയ്യാം. സോ അതെന്താണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്താണ്, മൾട്ടി പേജ് ആപ്ലിക്കേഷൻ എന്താണ്. സോ ഇത്രയൊക്കെയാണ് റിയാക്ട് ജെഎസിനെ കുറിച്ചുള്ള ബേസിക്കായ കാര്യങ്ങൾ. ഇതൊരു UI ലൈബ്രറിയാണ്, ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തതാണ്. വിർച്വൽ ഡോം ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്യുവർ ജാവാസ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് പ്യുവർ ജാവാസ്ക്രിപ്റ്റ് നോളജ് വെച്ചിട്ട് ഇത് പഠിക്കാൻ പറ്റും. കമ്പോണൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. ഇത് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനും മൾട്ടി പേജ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഗിറ്റ്ഹബ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിൽ വന്നിരിക്കുന്ന അത് വാച്ച് ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം, എത്ര പേര് അത് സ്റ്റാർ ചെയ്തിട്ടുണ്ട്, ഫോക്ക് ചെയ്തിരിക്കുന്നത് 27,000 ആളുകളാണ്. അതുപോലെ 1354 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയും ഡെവലപ്പേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലുണ്ട്. അപ്പം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത്. സോ നമുക്കിനി അതിൻ്റെ ഓരോ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻ, അതുപോലെ എന്താണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്നാണ്. ഞാൻ കുറച്ച് മുൻപ് സൂചിപ്പിച്ചു, നമുക്ക് മൾട്ടി പേജ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനും സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനും റിയാക്ട് ജെഎസ് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻ? അപ്പോൾ മൾട്ടി പേജ് ആപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കിയാൽ, നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് കരുതുക, myapp.com എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ myapp.com/home എന്നുള്ളൊരു പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് കിട്ടുന്നത്, ഇതൊരു മൾട്ടി പേജ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ കിട്ടുന്നത് കംപ്ലീറ്റ് വെബ് പേജ്.
ഇപ്പോൾ ഒരു 100 KB ആണ് വെബ് പേജിൻ്റെ സൈസ് എന്ന് കരുതുക. ഇപ്പോൾ 100 KB ഉള്ളൊരു വെബ് പേജാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ റിസൾട്ട് നോക്കിയാൽ നമുക്ക് അതിൻ്റെ അകത്തൊരു ഹെഡർ സെക്ഷനുണ്ട്, അതിൽ ആപ്പിൻ്റെ പേര് മൈ ആപ്പ് എന്നുള്ളൊരു സെക്ഷനുണ്ട്, പിന്നെ ചെറിയൊരു മെനു സെക്ഷനുണ്ട് ഹോം എബൌട്ടൊക്കെ വെച്ചിട്ട്, പിന്നെ ഹോം പേജിലെ കണ്ടൻറ്റ് വരുന്ന ഹോം പേജിൽ എന്താണോ കണ്ടൻറ്റ് അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയ ഫൂട്ടറുണ്ട്. ഇതെല്ലാം കൂടി ആയിട്ട് ഒരു 100 KB ഉള്ളൊരു പേജാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ ഫൈൻ. പക്ഷേ നമ്മൾ വീണ്ടും എബൌട്ട് എന്നുള്ളൊരു പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. എബൌട്ട് എന്നുള്ളൊരു പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും നമുക്കൊരു വെബ് പേജ് കിട്ടുകയാണ്. അതിനും ഇതുപോലെ ഒരു 100 KB സൈസ് ഉണ്ട്. ആ വെബ് പേജ് നോക്കിയാൽ വീണ്ടും അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ഇങ്ങനെയാണ്. ഒരു ഹെഡർ സെക്ഷൻ, അവിടെ മൈ ആപ്പ് ഉണ്ട്, ഹോം, എബൌട്ട്, കോൺടാക്റ്റസ്, പിന്നെ എബൌട്ട് പേജിലെ കണ്ടൻ്റ് ആണ്, പിന്നെ ഒരു ഫൂട്ടർ ഉണ്ട്. വീണ്ടും നമ്മൾ കോൺടാക്ട് പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറാണ്, അതുപോലെ തന്നെ റിസൾട്ട് കിട്ടും. ഒരു ഹെഡർ, ഒരു ചെറിയ മെനു, പിന്നെ കോൺടാക്ട് പേജിലെ കണ്ടൻറ്റ്, അതുപോലെ ഒരു ചെറിയ ഫൂട്ടർ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിൽ ഒരു 80% കാര്യങ്ങൾ സെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. 80% അല്ലെങ്കിൽ കൂടി നല്ലൊരു ഭാഗം കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ആവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെയിം ആയിട്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മൈ ആപ്പ് എന്നുള്ള ഒരു ഹെഡർ സെക്ഷൻ, അതുപോലെ ഹോം, എബൌട്ട്, കോൺടാക്ട് അസ് ഇതൊക്കെ എഴുതിയിരിക്കുന്ന മെനു സെക്ഷൻ, അതുപോലെ ഫൂട്ടർ സെക്ഷൻ. ഇത് നിങ്ങൾ ഈ 3 പേജ് എടുത്താലും, ഹോം പേജ് എടുത്താലും, എബൌട്ട് പേജ് എടുത്താലും, കോൺടാക്ട് അസ് പേജ് എടുത്താലും, മൂന്നിലും ഇത് സെയിം ആണ്. അപ്പോൾ ആക്ച്വലി ഇത് ഒരു ഡ്യൂപ്ലിക്കേഷൻ അല്ല ചെയ്യുന്നത്. അതായത് ഓരോ തവണ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴും 100 KB നമ്മുടെ സെർവറിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതിൽ നല്ലൊരു ഭാഗം ഡ്യൂപ്ലിക്കേഷനുമാണ്. അപ്പോൾ ഇതാണ് മൾട്ടി പേജ് ആപ്ലിക്കേഷൻ്റെ ഒരു പ്രോബ്ലം. നമ്മൾ ഓരോ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴും കംപ്ലീറ്റ് വെബ് പേജിനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്, മുഴുവൻ വെബ് പേജും റിട്ടേൺ ചെയ്യുകയാണ്. ആക്ച്വലി നമുക്കിതിൽ കോൺടാക്ട് പേജ് ഈ നടുക്ക് കാണിക്കുന്ന അത്രയും കണ്ടൻറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും അത് മാത്രം നമുക്ക് റിട്ടേൺ ചെയ്ത് വന്നാൽ മതി. പക്ഷേ കംപ്ലീറ്റ് വെബ് പേജാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മളൊരു വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ഉദാഹരണത്തിന് നമ്മൾ ഹോം പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സെർവർ ആക്ച്വലി കൊടുക്കുന്നത് ഹോം പേജ് അല്ല, ആ സ്ട്രക്ചറാണ് ആദ്യം കൊടുക്കുന്നത്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്ട്രക്ചർ ആദ്യം കിട്ടി. അതായത് ഒരു ഹെഡർ സെക്ഷനുണ്ട്, ഒരു മെനു സെക്ഷനുണ്ട്, താഴത്തെ ഒരു ഫൂട്ടർ സെക്ഷനുണ്ട്, നടുക്കത്തെ സെക്ഷനും ബ്ലാങ്ക് ആണ്. ആക്ച്വലി അവിടെയാണ് കണ്ടൻറ്റ് മാറി മാറി വരുന്നത്. എല്ലാ വെബ് പേജിനും ഇപ്പോൾ കാണുന്നത്ര പോർഷൻ സെയിം ആണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ആദ്യം വന്ന് ലോഡാകും. അതിന് 90 KB സൈസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അത്രയും കണ്ടൻറ്റ് ഫസ്റ്റ് ടൈം വന്ന് ലോഡായാൽ ഇനി ഒരിക്കലും ഈ കണ്ടൻറ്റ് നമുക്ക് റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹോം, എബൌട്ട്, കോൺടാക്റ്റസ് ഇസ് ഓൾറെഡി ദെയർ. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു കാര്യം നമുക്കിനി റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഹോം പേജിന് വേണ്ടിയിട്ട് ഹോം പേജിൻ്റെ കണ്ടൻറ്റ് മാത്രം നമ്മൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്തെടുക്കും. അതിന് ചിലപ്പോൾ സൈസ് കുറവായിരിക്കും, 10 KB ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹോം പേജിൻ്റെ കണ്ടൻറ്റ് മാത്രം എടുക്കുമ്പം ഹോം പേജ് കണ്ടൻറ്റ് മാത്രം നമ്മൾ ഫെച്ച് ചെയ്തു. സോ ഇത് ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് 100 KB തന്നെ എടുത്തല്ലോ, 90 KB പ്ലസ് 10 KB, അപ്പോൾ 100 KB ആയി. ഇത് ഫസ്റ്റ് ടൈം മാത്രമുള്ള സമയമാണ്. ഇനി ആ 90 KBയുടെ റിക്വസ്റ്റ് നമുക്ക് ആവശ്യമില്ല. കാരണം അടുത്ത റിക്വസ്റ്റ് പോകുമ്പോൾ ഇത് ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് വേണ്ട കണ്ടൻറ്റ് മാത്രമേ നമ്മൾ ഇനി എടുക്കുകയുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിനി എബൌട്ട് പേജ് ലോഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഈ ബേസ് അവിടെ ഉണ്ട്, മൈ ആപ്പ്, ഹോം, എബൌട്ട്, കോൺടാക്റ്റസ്, ഫൂട്ടർ, ഇത് ഓൾറെഡി അവിടെയുണ്ട്. അതിനി സെർവറിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത റിക്വസ്റ്റിൽ നിന്ന് വരുന്ന റെസ്പോൺസ് 10 KBയുടെ ഈ എബൌട്ട് പേജിൻ്റെ കണ്ടൻറ്റ് മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്തു തരൂ. അപ്പോൾ നേരത്തെ 100 KB ട്രാൻസ്ഫർ ചെയ്യേണ്ട സ്ഥലത്ത് ഇപ്പോൾ 10 KB മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി. കാരണം ബാക്കി കണ്ടൻറ്റ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ എബൌട്ട് പേജിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ ലോഡായി. ഇനി നമുക്ക് കോൺടാക്ട് പേജ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കോൺടാക്ട് പേജിൻ്റെ കണ്ടൻറ്റ് ആ കോൺടാക്ട് പേജ് സെക്ഷനിൽ കാണിക്കേണ്ട ഭാഗം മാത്രം വന്ന് ലോഡാകും. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടും. ഇതാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിളിൽ ഫിക്സഡ് പാർട്ടും ചേഞ്ചിങ് പാർട്ടും ഉണ്ട്. അതിൽ ഹെഡർ സെക്ഷനും മെനുവും ഫൂട്ടറും എല്ലാം ഫിക്സഡ് പാർട്ടാണ്. നടുക്ക് കണ്ടൻറ്റ് കാണിക്കുന്ന സ്ഥലം മാത്രമാണ് ചേഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് റിയാക്ട് JS ഉപയോഗിച്ച് 2 തരത്തിലുള്ള ആപ്ലിക്കേഷനും ചെയ്യാം. സിംഗിൾ പേജ് ആപ്ലിക്കേഷനിലും റിയാക്ട് ഉപയോഗിക്കാം, മൾട്ടി പേജ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്തും റിയാക്ട് JS ഉപയോഗിക്കാം. കാരണം അതൊരു ലൈബ്രറിയാണ്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. സോ ദെൻ ഒന്നാമത്തെ ആസ്പെക്റ്റ് നമ്മൾ കഴിഞ്ഞു, സിംഗിൾ പേജ് ആപ്ലിക്കേഷനും മൾട്ടി പേജ് ആപ്ലിക്കേഷനും. ദെൻ ഇത് ഫാസ്റ്റ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാനൊരു ടേം പറഞ്ഞു, വിർച്വൽ ഡോം എന്നുള്ളൊരു ടേം. ഇത് ഫാസ്റ്റ് ആവാനുള്ള കാരണം ഇത് വിർച്വൽ ഡോമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് വിർച്വൽ ഡോം? അപ്പോൾ വിർച്വൽ ഡോം എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഡോം എന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആക്ച്വൽ ഡോമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുകയാണ്. കാരണം ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസ് നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ ഡോം എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഡോം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു HTML ഡോക്യുമെൻറ്റിനെ ഒരു ഒബ്ജക്റ്റിൻ്റെ കളക്ഷനാക്കി മാറ്റിയാണ് ഡോം ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു HTML ഡോക്യുമെൻറ്റ്, ഇതൊരു സാമ്പിൾ HTML ആണെന്ന് കരുതുക. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്യുമെൻ്റ് എന്നുള്ളൊരു റൂട്ട് നോഡിലാണ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് വീണ്ടും HTML ഹെഡിൻ്റെ അകത്താണ് നമ്മൾ ടൈറ്റിൽ എഴുതുക.
അപ്പോൾ ടൈറ്റിലിൽ ഒരു കണ്ടന്റ് ഉണ്ട്. ഇപ്പോൾ മൈ ടൈറ്റിൽ എന്നാണെങ്കിൽ അതാണ് ടൈറ്റിലിൻ്റെ കണ്ടന്റ്. വീണ്ടും നമുക്ക് ബോഡി ടാഗ് ഉണ്ട്. ബോഡി ടാഗിൽ നമുക്ക് വേണമെങ്കിൽ H1 ടാഗ് എഴുതാം, H2 ടാഗ് എഴുതാം, ആങ്കർ ടാഗ് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഒരു ഡോം സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു HTML കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഡോം സ്ട്രക്ചർ ബിൽഡ് ആവുന്നു. അപ്പോൾ നമ്മുടെ HTML എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ HTML കണ്ടന്റ് കിട്ടുമ്പം നമ്മുടെ ബ്രൗസറിൻ്റെ അകത്ത് HTML പാസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്. HTML പാർസ് ചെയ്തിട്ട് ഒരു ഡോം ബിൽഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കാണുന്ന ഫിഗർ പോലെ HTML പാർസ് ചെയ്തിട്ട് ഒരു ഡോം ബിൽഡ് ചെയ്യും. ഡോം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ട്രീ ലൈക്ക് ഒരു സ്ട്രക്ചറാണ്, ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഈ ഡാറ്റ സ്ട്രക്ചറിൽ ഓരോ എലമെൻറ്റും ആ വെബ് പേജിൽ ഓരോ എലമെൻറ്റ് ഇതുപോലെ ഒരു ട്രീ സ്ട്രക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് റിയൽ ഡോം എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ, ഡോക്യുമെൻറ്റിനെ ഒബ്ജക്റ്റായി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് അങ്ങനെ ഒരു ഡോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് അതിൻ്റെ അകത്ത് മാനിപ്പുലേഷൻസ് നടത്താം. ഉദാഹരണത്തിന് എനിക്കൊരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ചതാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുമ്പം ശരിക്കും സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡോം, അതായത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഡോം, ആ ഡോമിൽ നിന്നും ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഈ ഡോമിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ഡോമിന് ചേഞ്ച് വരുത്താം. ഉദാഹരണത്തിന് ഒരു പാരഗ്രാഫ് ആണെങ്കിൽ ആ പാരഗ്രാഫിൻ്റെ കണ്ടന്റ് എനിക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ കണ്ടന്റ് എനിക്ക് മാറ്റാം, ഒരു ചെക്ക് ബോക്സ് ആണെങ്കിൽ അതിൻ്റെ ചെക്ക്ഡ് സ്റ്റാറ്റസ് എനിക്ക് മാറ്റാം. അങ്ങനെ എനിക്ക് ഡോം എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ മാനിപ്പുലേഷൻസ് നടത്താൻ പറ്റും. മാനിപ്പുലേഷൻ നടത്തുന്നത് നമ്മളിതുപോലെ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID അതുപോലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച എലമെൻറ്റിനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡോം മാനിപ്പുലേഷൻ നടത്തുന്നത്. പക്ഷേ ആക്ച്വൽ ഡോം മാനിപ്പുലേഷൻ ഒരു പ്രോബ്ലം ഉണ്ട്. ആക്ച്വൽ ഡോം മാനിപ്പുലേഷൻ കുറച്ച് സ്ലോ ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം കുറച്ച് മെമ്മറി എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്ലയൻറ്റ് സൈഡിൽ ഒരുപാട് ഫോംസ്, ഒരുപാട് കൺട്രോൾസ് ഒക്കെ ഉള്ള ജാവാസ്ക്രിപ്റ്റ് പേജ് കൺട്രോൾസ് ഉള്ള HTML പേജുകൾ ഇടയ്ക്ക് ഹാങ് ആവുന്ന കാണാം. ബ്രൗസർ ഇടയ്ക്ക് ഹാങ് ആയിട്ട് നോട്ട് റെസ്പോണ്ടിങ് എന്നൊക്കെ എഴുതി കാണിക്കുന്നത് കാണാം. കാരണം ഒരുപാട് ഡോം മാനിപ്പുലേഷൻ വരുമ്പോൾ ബ്രൗസർ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വൽ ഡോമിൻ്റെ പ്രോബ്ലം. ആക്ച്വൽ ഡോം നമ്മൾ മാനിപ്പുലേഷൻ നടത്തുമ്പം ഒരുപാട് ഫീൽഡുകളും കാര്യങ്ങളും വരുന്നതനുസരിച്ച് അത് സ്ലോ ആവാൻ തുടങ്ങും. പക്ഷേ റിയാക്ട് ജെഎസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് വിർച്വൽ ഡോം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ വിർച്വൽ ഡോം ചെയ്യുന്നത് ആക്ച്വൽ ഡോമിനെ ഒരു മെമ്മറി റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കും. അത് റിയൽ ഡോം അവിടെയുണ്ട്. ഈ റിയൽ ഡോമിൻ്റെ ഒരു കോപ്പി ആയിട്ട് റിയാക്ട് ജെഎസ് തന്നെ ഒരു വിർച്വൽ ഡോം ക്രിയേറ്റ് ചെയ്യും. വിർച്വൽ ഡോം എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയിലെ റെപ്രസെൻറ്റേഷൻ ആണത്. അപ്പോൾ മെമ്മറി റെപ്രസെൻറ്റേഷൻ മാത്രമാണത്, യഥാർത്ഥ ഡോം അല്ല. യഥാർത്ഥ ഡോമിനെ നമ്മൾ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വിർച്വൽ ഡോം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ വിർച്വൽ ഡോമിനെ യഥാർത്ഥ ഡോമിനെയും ആവശ്യമുള്ളപ്പോൾ മാത്രമേ റിയാക്ട് യഥാർത്ഥ ഡോമിനെ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു ചേഞ്ച് വന്നു എന്ന് കരുതുക. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു പാരഗ്രാഫ്, ആ പാരഗ്രാഫിലെ കണ്ടന്റ് എനിക്ക് മാറ്റി കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്ന് കരുതുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ മാത്രമേ ആ പാരഗ്രാഫിലെ കണ്ടന്റ് മാറുള്ളൂ. ഇതാണ് വിർച്വൽ ഡോം യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ വിർച്വൽ ഡോം ക്രിയേറ്റ് ചെയ്യുമ്പം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ മാറ്റം വരുമ്പോഴും അത് കമ്പയർ ചെയ്യും, ഏതൊക്കെ എലമെൻറ്റിനാണ് മാറ്റം വരുന്നത്, എന്നിട്ട് മാറ്റം വന്ന എലമെൻറ്റ് മാത്രമേ അത് റീറെൻഡർ ചെയ്യൂ, അത് റീപ്ലേസ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. എന്താണ് കമ്പോണൻ്റ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡാവേണ്ട. ഇതിൽ 2 കമ്പോണൻറ്റ് ഒരു യെല്ലോ കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിഫ് എന്ന് എഴുതിയിരിക്കുന്നത്, അതൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ 2 കമ്പോണൻറ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ആ ഡിഫറൻസ് ഉള്ള കമ്പോണൻറ്റും അതിൻ്റെ ചൈൽഡ് കമ്പോണൻറ്റും മാത്രമേ റീറെൻഡർ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് മെമ്മറി എടുത്താൽ മതി, കുറച്ച് പ്രോസസ്സിങ് മതി, അതുകൊണ്ട് റെസ്പോൺസ് ഫാസ്റ്റ് ആയിരിക്കും. അതാണ് വിർച്വൽ ഡോം യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് വരുന്ന നോഡുകളിൽ മാത്രമേ നമ്മൾ മാറ്റം വരുത്തുള്ളൂ. ആ മാറ്റം മാത്രമേ നമ്മൾ റിയൽ ഡോമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ റിയൽ ഡോം മാനിപ്പുലേഷൻ്റെ എണ്ണം കുറഞ്ഞു വരും. നമ്മൾ 10 ഡോം മാനിപ്പുലേഷൻ നടത്തുന്നിടത്ത് ചിലപ്പോൾ 2 ഡോം മാനിപ്പുലേഷനിൽ ചുരുക്കാനായിട്ട് പറ്റും നമ്മൾ വിർച്വൽ ഡോം യൂസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങും. അതായത് പെട്ടെന്ന് ഹാങ് ആവാതെ കുറച്ചുകൂടെ നന്നായിട്ട് യൂസർക്ക് ഒരു എക്സ്പീരിയൻസ്, ഒരു ഇൻട്രാക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് വിർച്വൽ ഡോം യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റീയൂസബിൾ കമ്പോണൻസ് ആണ്. നമുക്ക് റിയാക്റ്റിൽ റീയൂസബിൾ കമ്പോണൻസ് ഉപയോഗിക്കാൻ പറ്റും. റീയൂസബിൾ കമ്പോണൻറ്റ് എന്നുള്ള പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റീയൂസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെബ് പേജിലെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇപ്പോൾ ഒരു ചെറിയ വെബ് പേജ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു വെബ് പേജിന് നമുക്ക് പല ചെറിയ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു ഹെഡർ സെക്ഷൻ ഉണ്ട്. മൊത്തത്തിൽ ഇതൊരു കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് 1 എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒരു കമ്പോണൻ്റ് ആണ്.
അതാണ് നമ്മൾ 1 കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ 1 എന്നുള്ള ഈ മെയിൻ കമ്പോണൻറ്റ് നോക്കിയാൽ അതിനെ ചെറിയ ചെറിയ ചൈൽഡ് കമ്പോണൻ്റായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിലെ സെക്ഷൻ നമ്മൾ നമ്പർ 2 എന്ന് നമ്പർ ചെയ്തിരിക്കുന്നത് ഒരു ഹെഡർ സെക്ഷനാണ്, അതൊരു കമ്പോണൻ്റാണ്. വീണ്ടും നമ്മൾ നോക്കിയാൽ നമ്മൾ 3 എന്നുള്ള സെക്ഷൻ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു കമ്പോണൻ്റ് ആണ്, ആ കമ്പോണൻറ്റ് 3 തവണ ആവർത്തിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മളൊരു ബ്ലോഗ് പോസ്റ്റ് കൺസിഡർ ചെയ്യുകയാണ്. ബ്ലോഗ് പോസ്റ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബ്ലോഗിൻ്റെ പോസ്റ്റുകൾ പല ബ്ലോഗുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ബ്ലോഗിൽ പല പോസ്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ പോസ്റ്റിനും ഒരേ സ്ട്രക്ചർ ആയിരിക്കും. ഒരു ടൈറ്റിൽ ഉണ്ടാവും, ഒരു ചെറിയ ഇമേജ് ഉണ്ടാവും, പക്ഷേ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓരോന്നിലും കണ്ടൻറ്റ് വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ 3 എന്നുള്ളത്. ഈ 3 എന്നുള്ള കമ്പോണൻറ്റ് ഒരു കമ്പോണൻ്റ് ആണ്, അത് 3 തവണ ആവർത്തിച്ചേക്കാണ്. 3 തവണ 3 വാല്യൂവും 3 പ്രോപ്പർട്ടീസും ആയിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം 3 എന്നുള്ള കമ്പോണൻറ്റ്, ആ കമ്പോണൻറ്റ് നമ്മൾ 3 പ്രാവശ്യം ആവർത്തിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും 4 എന്നുള്ളൊരു കമ്പോണൻറ്റ്, അത് നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പോണൻറ്റിൻ്റെ അകത്ത് വീണ്ടും നമുക്ക് കമ്പോണൻസ് കാണാം. വീണ്ടും 5 എന്നുള്ള കമ്പോണൻറ്റ് 3 തവണ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും താഴത്തെ ഒരു ഫൂട്ടർ പോലത്തെ ഒരു സെക്ഷൻ, അത് മറ്റൊരു കമ്പോണൻ്റാണ്. ഇങ്ങനെ ഇത്രയും കമ്പോണൻറ്റ് ചേർന്ന ഒരു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ. സോ ഇതാണ് കമ്പോണൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പോണൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ പോലെ തന്നെ നമുക്ക് കമ്പോണൻറ്റ് 1 2 3 4 5 6 അപ്പോൾ 6 കമ്പോണൻറ്റ് ഉണ്ട്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമ്പോണൻറ്റിൻ്റെ അകത്ത് കമ്പോണൻറ്റ് 1ൻ്റെ അകത്ത് എനിക്ക് കമ്പോണൻറ്റ് 2ന് ഉപയോഗിക്കാം, കമ്പോണൻറ്റ് 2ൻ്റെ അകത്ത് വേണമെങ്കിൽ കമ്പോണൻറ്റ് 3ന് ഉപയോഗിക്കാം. ഇനി എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കമ്പോണൻറ്റ് 2 കമ്പോണൻറ്റ് 1ൻ്റെ അകത്ത് ഉപയോഗിക്കാം, കമ്പോണൻറ്റ് 2ൻ്റെ അകത്തേക്ക് കമ്പോണൻറ്റ് 3നെ വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം. അത് ഒരു തവണ യൂസ് ചെയ്യാവുള്ളൂന്നില്ല, നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഒരു കമ്പോണൻറ്റിനെ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കമ്പോണൻറ്റ് 2ൻ്റെ അകത്ത് കമ്പോണൻറ്റ് 3നെ ഞാൻ 3 തവണ റീയൂസ് ചെയ്തു. വീണ്ടും എനിക്ക് കമ്പോണൻറ്റ് 1ലേക്ക് കമ്പോണൻറ്റ് 4നെ യൂസ് ചെയ്യാം. അങ്ങനെ ഏത് കമ്പോണൻറ്റോ നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോഡിഫിക്കേഷൻ വരുത്തുമ്പം എനിക്ക് കമ്പോണൻറ്റ് 2ൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ കമ്പോണൻറ്റ് 1നോ 3നോ 5നോ 4നോ 6നോ അഫക്റ്റ് ചെയ്യത്തില്ല, കമ്പോണൻറ്റ് 2ൽ മാത്രം ഞാൻ മാറ്റം വരുത്തിയാൽ മതി. അങ്ങനെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയ കമ്പോണൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിയാക്ട് ജെഎസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു ചെറിയ എക്സാമ്പിൾ എടുത്താൽ നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്പോണൻറ്റ് വേണമെന്ന് കരുതുക. അതായത് സ്റ്റുഡൻറ്റ് കമ്പോണൻറ്റ് സ്റ്റുഡൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു കമ്പോണൻ്റ് ആണെന്ന് കരുതുക. അപ്പോൾ അതിൽ നമ്മൾ പറയുകയാണ് സ്റ്റുഡൻറ്റിൻ്റെ നെയിമും അതുപോലെ സ്റ്റുഡൻറ്റ് റോൾ നമ്പറും. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ പേര് എന്താണെന്നല്ല പറയുന്നത്, അതിനുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്. സ്റ്റുഡൻറ്റിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കേളി ബ്രാക്കറ്റിൽ ഞാനൊരു സ്റ്റുഡൻറ്റ് നെയിം അത് ജസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്. അതിൻ്റെ അർത്ഥം അവിടെ ഒരു സ്റ്റുഡൻറ്റ് നെയിം വരാൻ പോവുകയാണ്. ഇത് ആക്ച്വൽ റിയാക്ട് ജെഎസ് അല്ല ഞാൻ കാണിക്കുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സോ സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ള സ്ഥലത്ത് ഒരു പേരായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ റോൾ അണ്ടർസ്കോർ നമ്പർ എന്നുള്ളിടത്ത് ഒരു റോൾ നമ്പർ ആയിരിക്കും വരാൻ പോകുന്നത്. സോ ഇങ്ങനെ നമ്മളൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു കമ്പോണൻറ്റ്. ഇങ്ങനെ സ്റ്റുഡൻറ്റ് എന്നൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ ഇതിനെ എനിക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. എവിടെയൊക്കെ എനിക്ക് സ്റ്റുഡൻറ്റ് പേരും റോൾ നമ്പറും കാണിക്കണോ അവിടെയൊക്കെ ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള ഈ ഒരു കമ്പോണൻറ്റ് എനിക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് എനിക്ക് സ്റ്റുഡൻറ്റ് നെയിം അനിൽ കുമാർ, റോൾ നമ്പർ 10. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ള കമ്പോണൻറ്റ് ഞാൻ ഉപയോഗിച്ചേക്കാണ്. അതിലെ പ്രോപ്പർട്ടീസ് ഇതാണ്, അനിൽ കുമാർ എന്നാണ് പേര്, റോൾ നമ്പർ 10 ആണ്. അങ്ങനെ വരുമ്പോൾ അനിൽ കുമാർ റോൾ നമ്പർ 10 എന്നുള്ള ഡാറ്റ ആയിരിക്കും പോപ്പുലേറ്റ് ചെയ്യുന്നത്. ഇനി അതേ സ്റ്റുഡൻറ്റ് കമ്പോണൻറ്റിനെ മറ്റൊരു സ്റ്റുഡൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്. സ്റ്റുഡൻറ്റ് നെയിം ടിൻറ്റു എന്ന് പറയുകയാണ്, റോൾ നമ്പർ 15 എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സെയിം കമ്പോണൻറ്റ് തന്നെ മറ്റു വാല്യൂ ആയിട്ട് ടിൻറ്റു റോൾ നമ്പർ 15. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ കമ്പോണൻറ്റ് വേറെ എഴുതണ്ട, അതിനെ എത്ര തവണ വേണമെങ്കിലും ഇതുപോലെ എനിക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് കരുതി നിങ്ങൾ വറിയിടാവേണ്ട ആവശ്യമില്ല, അത് നമ്മൾ പ്രാക്ടിക്കലി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സോ ഇനി റിയാക്ട് ജെഎസിന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആംഗുലാർ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് വ്യൂ ജെഎസ്, ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് വരുന്ന ഒന്നാണ് വ്യൂ ജെഎസ് എന്ന് പറയുന്നത്. ഇതൊക്കെ റിയാക്ട് ജെഎസിന് ഓൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പോൾ വ്യൂ ജെഎസ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാം, ആംഗുലാർ ഉപയോഗിച്ച് ഇതെല്ലാം അച്ചീവ് ചെയ്യാം. അപ്പോൾ ഇത് മൂന്നും പഠിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് എന്ന് പറയുന്നത്. മൂന്നും പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. തൽക്കാലം നമുക്ക് റിയാക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. റിയാക്റ്റ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരുപാട് ജോബ് ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒന്നാണ് റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം റിയാക്ട് ജെഎസ് എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ സെക്ഷൻ ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ചെറിയ തോതിൽ നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. ഓക്കെ, അപ്പോൾ കോഡ് എഴുതി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്
അതായത് നമ്മൾ റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയല്ല, അതിന് മുമ്പ് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ മുൻകരുതൽ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് HTML നോളജ് വേണം. കാരണം HTML ഏറ്റവും ബേസാണ് HTML എന്ന് പറയുന്നത് അല്ലേ. HTML അതുപോലെ CSS ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജാണ്. അപ്പോൾ HTML CSS നോളജ് ഉണ്ടെങ്കിലെല്ലാം തീർച്ചയായിട്ടും നമുക്ക് ആ ഇൻ്റർഫേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നോളജ് ആവശ്യമാണ്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് മസ്റ്റായിട്ട് ഉണ്ടാകേണ്ട ഒരു നോളജാണ്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് അറിയാത്ത ആളുകൾക്ക് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ട്യൂട്ടോറിയൽ സീരീസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ നമ്മൾ 30ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ഒരു നോളജ് കിട്ടാൻ ആ ട്യൂട്ടോറിയൽ സീരീസ് കണ്ടാൽ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ജാവാസ്ക്രിപ്റ്റിൻ്റെ ES6 സിൻടാക്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ES6 സിൻടാക്സിനെ കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ES6 സിൻടാക്സിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്തിട്ടുള്ള ആരോ ഫംഗ്ഷൻ, ക്ലാസ്സസ്, അതുപോലെ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയ ജാവാസ്ക്രിപ്റ്റിൻ്റെ സീരീസിലും അത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയി ഒരു ചെറിയ സാമ്പിൾ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരു അസംഷനിൽ ഇത്രയും കാര്യങ്ങൾ അറിയാത്തവർ അത് റിഫ്രഷ് ചെയ്തിട്ട് വരിക. നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ കോഡ്പെൻ എന്നുള്ള ഒരു ഓൺലൈൻ ടൂൾ ഉപയോഗിച്ച് ഒരു ചെറിയ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റിയാക്ട് കമ്പോണൻറ്റ് എഴുതാൻ പോവുകയാണ്. ആക്ച്വൽ റിയാക്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഇങ്ങനെ അല്ല എഴുതാൻ പോകുന്നത്, പക്ഷേ ജസ്റ്റ് റിയാക്ട് ജെയ്സിലേക്ക് ഒരു ചെറിയൊരു കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് കോഡൊന്ന് എഴുതി തുടങ്ങാൻ പോവുകയാണ്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് കോഡ്പെന്നിലേക്ക് പോവാം. സോ codepen എന്നുള്ള ഒരു വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, codepen.io. ഇത് വളരെ നല്ലൊരു ഓൺലൈൻ എഡിറ്ററാണ്. നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു എൻവയോൺമെൻ്റ് ആണത്. ഒരു റിയൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റ് പോലെ ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ റിയാക്ടിൻ്റെ ഒരു തുടക്കം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെയ്ത് പഠിക്കാൻ പോവുകയാണ് ഈ കോഡ്പെൻ എന്നുള്ള എഡിറ്ററിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയം അക്കൗണ്ട് വേണമെങ്കിൽ പ്രീമിയം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ഒരുപാട് ജാവാസ്ക്രിപ്റ്റ്, CSS, HTML ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോഡ് എക്സാമ്പിൾസ് ഒക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പോർട്ടലാണ് ശരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാർട്ട് കോഡിംഗ് എന്നുള്ളൊരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു കോഡ് സ്നിപ്പറ്റോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു എക്സ്പെരിമെൻറ്റ് വർക്ക് നമുക്ക് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ അകത്ത് HTML എന്നുള്ള സെക്ഷൻ ഉണ്ട്, CSS ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. ലോങ് HTML സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു പാരഗ്രാഫ് ടാഗ് എഴുതാണ്, വെൽക്കം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ റെസ്പോൺസ് കാണാം. അപ്പോൾ ഇതാണ് HTML, അതിൻ്റെ റെസ്പോൺസ് താഴത്ത് കാണാം. ഇനി CSSൻ്റെ സെക്ഷനിൽ നമുക്ക് അതിനെ സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ .p ഒരു കളർ റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് .p അല്ല, ഇതൊരു ക്ലാസ് അല്ല, ഒരു ജസ്റ്റ് ഒരു ടാഗാണ്. അപ്പം p കളർ റെഡ്, ഇവിടെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതാം. അപ്പോൾ നമ്മളൊരു ചെറിയ റിയാക്ട് കമ്പോണൻ്റ് എഴുതാൻ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫണ്ണി സ്റ്റാർട്ടായിട്ട് മാത്രം എടുത്താൽ മതി, അല്ലാതെ ഒരു റിയൽ ആപ്ലിക്കേഷൻ ചെയ്യാമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. സോ നമ്മൾ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യണം. നമുക്കൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരും ഏജും കാണിക്കണം, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഏജും നെയിമും കാണിക്കണം. നമ്മളൊരു ഡിവ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്, ഡിവിനൊരു ക്ലാസ് പറയുകയാണ്, ക്ലാസ് ഈക്വൽസ് പേഴ്സൺ എന്നുള്ളൊരു ക്ലാസ് പറയുന്നു. അതുപോലെ ഈ പേഴ്സൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു H2 ടാഗിൻ്റെ അകത്ത് പറയുകയാണ്, ഒരു പേഴ്സൺ ഒരു പേര്, ഇപ്പോൾ ഞാൻ പറയുകയാണ് അനിൽ /H2. H3 ടാഗിൽ നമ്മൾ പറയുകയാണ് ഏജ് എത്രയാണ്, ഒരു 25 എന്ന് പറയുകയാണ്. ഓക്കെ, സോ നമ്മളൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഒരു ആളുടെ പേരും അയാളുടെ ഏജുമാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് CSS എഴുതാം. ഒരു പേഴ്സൺ ക്ലാസ്സിനുള്ള നമ്മൾ സ്റ്റൈൽ എഴുതുന്നു, ജസ്റ്റ് ഒരു ബോർഡർ കൊടുക്കുന്നു, സോളിഡ് ഒരു ചെറിയ ബോർഡർ കൊടുക്കുന്നു, ചെറിയൊരു പാഡിങ് കൊടുക്കുന്നു. അതുപോലെ നമ്മളൊരു ഹാർഡ് കോഡ് ചെയ്തൊരു വിഡ്ത്ത് അങ്ങ് പറയുകയാണ്, ഒരു 200 പിക്സലിൻ്റെ വിഡ്ത്ത് പറയുന്നു. അതുപോലെ നമ്മളൊരു ഫ്ലോട്ട് പ്രോപ്പർട്ടി ലെഫ്റ്റ് പറയുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എന്താണ്, ഒരു ആളുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒരാളുടെ പേരും ഏജും കാണിക്കുന്ന ഒരു ചെറിയൊരു ഡിവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് മറ്റൊരാളെ കൂടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ കോപ്പി ചെയ്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ അജിത്ത് എന്നുള്ള മറ്റൊരാൾ. ഓക്കെ, ഒരു മാർജിനോടെ കൊടുക്കുകയാണ് നമ്മൾ, മാർജിൻ ഒരു 10 പിക്സൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് റിയാക്ട് ജെയ്സിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പറയുകയാണ് സെറ്റിങ്സ് എടുക്കുകയാണ്. ഇവിടെ സെറ്റിങ്സ് എടുത്തിട്ട്
നമ്മൾ JSൻ്റെ സെറ്റിങ്സ് എടുക്കുകയാണ്. JS എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ സെർച്ച് ചെയ്യാണ്. CDN നമുക്ക് സെർച്ച് ചെയ്ത് ലൈബ്രറീസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ആദ്യം സെർച്ച് ചെയ്യാൻ പോകുന്നത് റിയാക്ട് എന്നാണ്. അപ്പോൾ റിയാക്ടിന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റിയാക്ടിൻ്റെ റിസൾട്ട് വന്നുകൊണ്ട് റിയാക്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ റിയാക്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് റിയാക്ട് എന്ന് തന്നെ സെർച്ച് ചെയ്യുമ്പോൾ താഴത്ത് റിയാക്ട് ഡോം എന്ന് കാണാം. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ റിയാക്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു, റിയാക്ട് ഡോമും ഇൻക്ലൂഡ് ചെയ്തു. ജാവസ്ക്രിപ്റ്റ് പ്രീ പ്രോസസ്സർ എന്നുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. പ്രീ പ്രോസസ്സർ അത് നമ്മൾ സെലക്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ബാബേൽ, ടൈപ്പ് സ്ക്രിപ്റ്റ്, കോഫി സ്ക്രിപ്റ്റ്, ലൈവ് സ്ക്രിപ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ബാബേൽ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ബാബേൽ എന്ന് പറയുന്ന ഒരു ജാവസ്ക്രിപ്റ്റിൻ്റെ പ്രീ പ്രോസസ്സറാണ്. പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവസ്ക്രിപ്റ്റിന് ഒരു ലെവലിൽ മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ എഴുതുന്ന ആ കോഡ് തിരിച്ച് ജാവസ്ക്രിപ്റ്റ് ആവാനുള്ളതാണ്. അതായത് ജാവസ്ക്രിപ്റ്റ് അല്ല, ജാവസ്ക്രിപ്റ്റിൻ്റെ ഒരു ലെവൽ മുകളിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ മുകളിൽ എഴുതുന്ന കാര്യത്തിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് തിരിച്ച് ജാവസ്ക്രിപ്റ്റ് ആക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബോധേടാവണ്ട, ജസ്റ്റ് ബാബേൽ എന്നുള്ളൊരു കീവേഡ് ഓർത്തിരിക്കുക. ഇതൊരു ജാവസ്ക്രിപ്റ്റിൻ്റെ പ്രീ പ്രോസസ്സറാണ്. അപ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ബാബേൽ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം റിയാക്റ്റും റിയാക്ട് ഡോമും സെലക്ട് ചെയ്തു. ഇവിടെ ബാബേൽ എന്നുള്ളൊരു പ്രീ പ്രോസസ്സറും സെലക്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്, ഒരു ജാവസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എഴുതുകയാണ്. ഫംഗ്ഷൻ നമ്മൾ പേര് കൊടുക്കാൻ പോകുന്നത് പേഴ്സൺ എന്നാണ്. ഫംഗ്ഷൻ പേഴ്സൺ. ഓക്കെ, ഒരു സാധാരണ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യാണ്. ഡിവിനൊരു ID ഇട്ട് കൊടുക്കുകയാണ്. ഡിവ് ID ഈക്വൽസ് റൂട്ട്. ഓക്കെ, റൂട്ട് എന്ന ID ഉള്ളൊരു ഡിവ് എന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. ഡിവ് ID ഈക്വൽ ടു റൂട്ട്. ഇപ്പോൾ ഒരു റൂട്ട് എന്ന ID ഉള്ള ഒരു ചെറിയൊരു ഡിവ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ പേഴ്സൺ എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ ഇതുവരെ കാണാത്ത വിയേഡായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പോവാണ്. നമ്മൾ പറയുകയാണ് റിട്ടേൺ. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫെമിലിയർ ആണല്ലോ. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സാധാരണ പറയുന്നത് ഇങ്ങനെയാണ്. എന്താ, ഇപ്പോൾ റിട്ടേൺ A+B, റിട്ടേൺ 10, ഇങ്ങനെയൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിവിടെ റിട്ടേൺ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ഇതുവരെ കാണാത്തൊരു കാര്യമാണ്. നമ്മളിവിടെ റിട്ടേൺ ചെയ്യാൻ പോവാണ് ഈ കണ്ടൻറ്റ്. ഓക്കെ, ഈ കണ്ടൻറ്റ് നമ്മൾ കോപ്പി എടുക്കുകയാണ്. ഇത് കോപ്പി എടുത്ത് നമ്മൾ ഇവിടെ ഇടുകയാണ്. ഡിവ് ക്ലാസ് ഈക്വൽസ് പേഴ്സൺ H2 ഈക്വൽസ് ആനിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഈ ചെയ്തേക്കുന്നതെന്ന് അല്ലേ? കാരണം ഇതൊരു വാലിഡ് ആയിട്ടുള്ള ജാവസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇതൊരു എററാണ് അല്ലേ? ശരിക്കും ഇങ്ങനെ പാടില്ല. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇതൊരു ഡബിൾ കോഡ്സിലായിരുന്നെങ്കിൽ ഓക്കെ, ജാവസ്ക്രിപ്റ്റിൽ ഇത് പോസിബിൾ ആണ്. അതേസമയം നമുക്ക് ഇതുപോലെ ഒരു ഡിവ് എന്നുള്ള ഇതുപോലൊരു ടാഗൊക്കെ ഇങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ റിട്ടേൺ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് കിട്ടിയത് നമ്മളിവിടെ ബാബേൽ എന്നുള്ള പ്രീ പ്രോസസ്സർ ഉപയോഗിച്ചതുകൊണ്ടാണ്. ഓക്കെ, ബാബേൽ പ്രീ പ്രോസസ്സർ ഉപയോഗിച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു HTML എഴുതാൻ പറ്റിയത്. ആക്ച്വലി ഇത് HTML അല്ല, ഇതിനെയാണ് നമ്മൾ JSX എന്ന് പറയുന്നത്. JSX, ജാവാസ്ക്രിപ്റ്റ് എക്സ്റ്റെൻഡഡ് എന്നാണ് പറയുന്നത്. അപ്പം JSX എന്ന് പറയുന്നത് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് HTML ടാഗുകൾ അതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് JSX എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നോർമലി ഒരു ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ സഹായിക്കുന്നതാണ് ബാബേൽ എന്നുള്ളൊരു പ്രീ പ്രോസസ്സർ. ഓക്കെ, അതിനാണ് നമ്മൾ ബാബേൽ എന്നുള്ളൊരു പ്രീ പ്രോസസ്സർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് തുടക്കക്കാർക്ക് ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ ഇത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഇതുപോലെ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നോർമൽ ജാവാസ്ക്രിപ്റ്റിലായിരുന്നെങ്കിൽ എങ്ങനെ റിട്ടേൺ ചെയ്യണമായിരുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു ഡിവ് ഇങ്ങനെ എഴുതിയിട്ട് ഡിവ് ക്ലാസ് ഈക്വൽസ് പേഴ്സൺ, ഇങ്ങനെ എല്ലാം ഒരു ഡബിൾ കോഴ്സിൻ്റെ അകത്ത് എഴുതണമായിരുന്നല്ലേ. ഇത് JSX ഉപയോഗിക്കുന്ന സമയത്ത് ഇനി അങ്ങനെയില്ല. നമ്മൾ എങ്ങനെ HTML എഴുതുന്നു അത് അങ്ങനെ തന്നെ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരുവാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഡമ്മി വർക്ക് ചെയ്ത് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ ഒരു പേഴ്സൺ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ ചെയ്യുന്നത് ഇതുപോലൊരു ഡിവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. റിയാക്ട് ഡോം. ശ്രദ്ധിക്കുക, R ക്യാപ്സ് ആണ്. റിയാക്ട് ഡോം, D ക്യാപ്സ് ആണ്, O ക്യാപ്സ് ആണ്, M ക്യാപ്സ് ആണ്. റിയാക്ട് ഡോം ഡോട്ട് റെൻഡർ. അപ്പോൾ റിയാക്ട് ഡോം എന്ന് പറയുന്നത് ഡോം മാനിപ്പുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്തു. റിയാക്ട് ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്തു, റിയാക്ട് ഡോം ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ റിയാക്ട് ഡോം ഡോട്ട് റെൻഡർ എന്നുള്ളൊരു ഫംഗ്ഷൻ വിളിക്കുന്നു. ഈ ഫംഗ്ഷനിലേക്ക് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു HTML ടാഗാണ്. HTML ടാഗ് ഇങ്ങനെയാണ്, പേഴ്സൺ. ഇങ്ങനെ ഒരു HTML ടാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇങ്ങനെ ഒരു HTML ടാഗ് ആക്ച്വലി ഇല്ല അല്ലേ? പേഴ്സൺ എന്നുള്ളൊരു ടാഗ് ഇല്ല. അപ്പോൾ എങ്ങനെ പേഴ്സൺ എന്നുള്ള ടാഗ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മളിതിന് കുറച്ച് മുൻപ് പഠിച്ചിരുന്നു. നമുക്ക് വേണമെങ്കിൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാന്നല്ലേ. ഇതിപ്പോൾ പേഴ്സൺ എന്നുള്ളതൊരു കമ്പോണൻ്റ് ആണ്. ആക്ച്വലി നമ്മളൊരു കമ്പോണൻ്റ് ആണ് ഇവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ അതിനൊരു ടാഗായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ,
പേഴ്സൺ എന്നുള്ള കമ്പോണൻറ്റ് അതിനെ നമുക്കിതുപോലെ പേഴ്സൺ എന്നുള്ളൊരു ടാഗായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ എന്നുള്ള ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കണ്ടൻ്റ് ആണ്. നമ്മൾ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതാണ് ഈ പേഴ്സൺ എന്നുള്ള ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പേഴ്സൺ എന്നുള്ള ടാഗ് പറഞ്ഞു. സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ പറയുന്നത് ഇതിനെ എവിടെ റെൻഡർ ചെയ്യണം എന്നുള്ളതാണ്. എവിടെ ഇതിനെ റെൻഡർ ചെയ്ത് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിനെ റെൻഡർ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഡിവ് ഇട്ടേക്കാണ്. ഇത് വേറെ ഒന്നുമില്ല, സാധാരണ ഒരു ഡിവ്. നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിവ്. അതിന് ജസ്റ്റ് നമ്മളൊരു ഐ ഡി ഇട്ടേക്കുന്നു, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ റൂട്ടെന്നോ ആപ്പെന്നോ ഇഷ്ടമുള്ള പേര്, ഇപ്പോൾ ഞാൻ ആപ്പെന്ന് കൊടുക്കാം. ആപ്പെന്നൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് എനിക്ക് ഇതിലെ കണ്ടൻറ്റിനെ റെൻഡർ ചെയ്യേണ്ടത്. അപ്പോൾ റെൻഡർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഈ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് ഏത് സ്ഥലമാണെന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ, എന്ത് എലമെൻ്റാണ്. അപ്പോൾ എലമെൻറ്റിനെ സെലക്ട് ചെയ്യാൻ ഐ ഡി വെച്ച് സെലക്ട് ചെയ്യാൻ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിരിക്കുന്നത് എന്താണ്? ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, ബ്രാക്കറ്റിൽ അതിൻ്റെ ഐ ഡി എന്താണ്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഐ ഡി ആപ്പ് എന്നുള്ള ഐ ഡി ആണ്. അപ്പോൾ ഈ ഐ ഡി ആയിരിക്കണം നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്, ആപ്പ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്, ഈ പേഴ്സൺ എന്നുള്ള കമ്പോണൻറ്റിനെ ഈ ആപ്പ് എന്നുള്ള സെക്ഷൻ്റെ അകത്തേക്ക് റെൻഡർ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ എറർ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഫംഗ്ഷന് പേഴ്സൺ എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഫംഗ്ഷന് പി ക്യാപ്സിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പി ക്യാപ്സിലാണ് കൊടുക്കേണ്ടതാണ് എറർ എന്ന് പറയുന്നത്. നമ്മൾ പി ക്യാപ്സിലാക്കി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഇപ്പോൾ ആക്ച്വലി 3 ഡിവ് ഡിസ്പ്ലേ ആയി വന്നു. ശരിക്കും നമ്മളിവിടെ 2 ഡിവേ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കളയുവാണ്, ഡിലീറ്റ് ചെയ്യാണ്. എങ്കിലും ഇവിടെ അനിൽ 25 എന്നുള്ള ഒരു റിസൾട്ട് വരികയാണ്. ഇതിപ്പോൾ ആക്ച്വലി ഒരു കമ്പോണൻ്റ് ആണ് ലോഡായി. പേഴ്സൺ എന്നുള്ള കമ്പോണൻറ്റ് വന്ന് ലോഡായതാണ് ഈ കാണുന്നത്. അത് ആക്ച്വലി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കണ്ടൻറ്റാണ് ഇവിടെ വന്ന് ലോഡായി. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പേഴ്സൺ എന്നുള്ളൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിയലി ഒരു യഥാർത്ഥ റിയാക്ട് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കോഡ് പെന്നിലൊന്നും അല്ല ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫണ്ണി സ്റ്റാർട്ടിന് വേണ്ടി മാത്രം നമ്മളിവിടെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിവ് ആ സെക്ഷനാണ് ഇവിടെ റിട്ടേൺ ആയി വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പേര് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സുനിൽ എന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഇവിടെ വന്നിട്ട് റിഫ്ലക്റ്റ് ആവുന്നത്. അനിൽ എന്നുള്ളത് മാറിയിട്ട് സുനിൽ എന്നുള്ളത് ഇവിടെ റിഫ്ലക്റ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇതിനെ റെൻഡർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിലധികം പേഴ്സണെ റെൻഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ മറ്റൊരു ഡിവോടെ പറയുകയാണ്, div id ഈക്വൽ ടു app2/div. ഇനി ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുക്കുവാണ്. ഇതിൻ്റെ കോപ്പി ഞാൻ എടുക്കുന്നു, എന്നിട്ട് അതിനുശേഷം താഴെ ഇടുകയാണ്. വീണ്ടും ഞാൻ ഇവിടെ പേഴ്സൺ കൊടുത്തേക്കാണ്. എന്നിട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. ഇനി ആപ്പിലല്ല ലോഡ് ചെയ്യേണ്ടത് app2ൻ്റെ അകത്താണ്. ഓക്കെ, നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്ഷനും കൂടെ വരും, സുനിൽ എന്നുള്ള ഒരു സെക്ഷനും കൂടെ. അതായത് നമ്മൾ 2 തവണ പേഴ്സൺ കമ്പോണൻറ്റിനെ ഉപയോഗിച്ചു. അതായത് നമ്മൾ റെൻഡർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ഈ ലൈൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാരണം നമ്മൾ റിയൽ റിയാക്ട് ആപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനൊരു എക്സാമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ റിയാക്ട് ഡോം ഡോട്ട് റെൻഡർ ഏത് എലമെൻറ്റാണ് എവിടെയാണ് റെൻഡർ ആവാൻ പോകുന്നതെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പേഴ്സൺ എന്നുള്ള എലമെൻറ്റ് ഈ ആപ്പ് എന്ന ഐഡിയ ഉള്ള ആ ഒരു സെക്ഷൻ, അതായത് ഈ ഒരു ഡിവിൻ്റെ അകത്തേക്ക് വന്നിട്ട് റെൻഡർ ആവുന്നു. അതുപോലെ രണ്ടാമത് വീണ്ടും പേഴ്സൺ എന്നുള്ളത് app2 എന്നുള്ളതിലേക്ക് വന്നിട്ട് റെൻഡർ ആവുന്നു. ഓക്കെ, അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പേഴ്സൺ എന്നുള്ള കമ്പോണൻറ്റ് ഇപ്പോൾ റീയൂസബിൾ ആണ്. ഇനി എവിടെയൊക്കെ ഞാൻ റെൻഡറിലെ പേഴ്സൺ എന്ന് വിളിക്കുന്നു അവിടെയൊക്കെ എനിക്ക് ഈ പേഴ്സൻ്റെ കണ്ടൻറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരു സംശയം കൂടെ വരും അല്ലേ? അതായത് ഇത് സെയിം കണ്ടൻറ്റ് ആലോ കാണിക്കുന്നത്. ഇവിടെ സുനിൽ ഏജ് 25, അടുത്ത ആൾക്കും സുനിൽ ഏജ് 25. അപ്പോൾ അടുത്ത ആൾക്ക് വേറെ ഡീറ്റെയിൽസ് കാണിക്കണമെങ്കിലോ? അപ്പോൾ നമുക്ക് ഈ കമ്പോണൻറ്റിനെ ഡൈനാമിക് ആക്കി മാറ്റണം. അപ്പോൾ ഡൈനാമിക് ആക്കി ഇതിന് പ്രോപ്പർട്ടീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് കൊടുക്കുകയാണ്. പേഴ്സൺ ഒരു പ്രോപ്പർട്ടി പറയുകയാണ് നെയിം പറയുകയാണ് നെയിം ഈക്വൽസ് അജിത്ത്. ഏജ് പറയുകയാണ് ഏജ് ഈക്വൽ ടു സം 25. വീണ്ടും അടുത്ത പേഴ്സണ് നമ്മൾ വീണ്ടും ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. നെയിം ഈക്വൽസ് അഖിൽ. അതുപോലെ പറയുകയാണ് ഏജ് ഈക്വൽ ടു 30. 2 പ്രോപ്പർട്ടി പറയുകയാണ്, നെയിമും ഏജും പറയുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷനിലേക്ക് വരികയാണ്. ഫംഗ്ഷനിലേക്ക് വന്നതിന് ശേഷം ഈ ഫംഗ്ഷന് ഒരു ആർഗ്യുമെൻറ്റ് പറയുകയാണ് പ്രോപ്സ്. ഇത്ര നേരം ഈ ഫംഗ്ഷന് പ്രോപ്പർട്ടീസ് ഒന്നിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി പ്രോപ്പർട്ടീസിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ 2 പ്രോപ്പർട്ടി ഇവിടുന്ന് പാസ് ചെയ്യുക. നെയിമും പാസ് ചെയ്യുന്നു, ഏജും പാസ് ചെയ്തു. ഓക്കെ, ഈ 2 പ്രോപ്പർട്ടി നമ്മൾ പാസ് ചെയ്തു. ഇനി നമ്മളിവിടെ പറയുകയാണ് പ്രോപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ പറയുകയാണ് പ്രോപ്സ് ഡോട്ട് നെയിം. അതുപോലെ ഈ 25 വരുന്ന സ്ഥലത്ത് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൻ്റെ അകത്താണ്. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് പറയുകയാണ് പ്രോപ്സ് ഡോട്ട് നെയിം.
അതുപോലെ ഏജ് ഇവിടെ 25, ഇവിടെയാണ് ഏജ് വരേണ്ടത് ആക്ച്വലി. അത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അവിടെ 2 ബ്രാക്കറ്റ് കൊടുത്തിട്ട് പറയുകയാണ് props.age. ഓക്കെ, നമ്മളിത് ചെറുതാക്കുകയാണ്. ഇത് വർക്ക് ചെയ്തോ നോക്കാം. ഓക്കെ, ഇത് വർക്ക് ചെയ്താണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അജിത്ത് ഏജ് 25, അഖിൽ ഏജ് 30. അപ്പോൾ നമുക്ക് എത്ര കമ്പോണൻറ്റ് വേണമെങ്കിലും ഇതുപോലെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡൈനാമിക് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് ആക്ച്വലി ഇവിടെ വന്നിട്ട് ഡിസ്പ്ലേ ആയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ട ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ചും ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇതൊരു ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റിയൽ റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇങ്ങനെയല്ല ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോഡ് ഉപയോഗിച്ചിട്ട് ഒരു നോഡ് പാക്കേജ് മാനേജർ ഉപയോഗിച്ചിട്ടൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റിയാക്ട് കമ്പോണൻറ്റ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു കാര്യമാണ്. റിയാക്ട് കമ്പോണൻറ്റ് യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി മാറ്റണമെങ്കിൽ ഇവിടെ പോയി മാറ്റിയാൽ മതി. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇയാളുടെ പേര് വേറൊരു പേരാണെന്നെങ്കിൽ അജിത് കുമാർ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടത് മാറ്റിയാൽ മതി. അപ്പോൾ കംപ്ലീറ്റ്ലി ഡൈനാമിക്കായി ഈ നമ്മുടെ ഈ പറയുന്ന ഡിവുകൾ മാറി എന്നുള്ളതാണ്. ഇതാണ് ഡൈനാമിക്കായ റീയൂസബിൾ കമ്പോണൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ. ഇത് കുറച്ച് ലെങ്തി ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷനും ഒരു ചെറിയ എക്സാമ്പിൾ കിക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയ എക്സാമ്പിളാണ് നോക്കിയത്. നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെ റിയൽ ആയിട്ടുള്ള റിയാക്ട് പ്രൊജക്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം താഴത്ത് കമൻറ്റ് ചെയ്യുക. അത് വിമർശനങ്ങളാണെങ്കിൽ വിമർശനങ്ങൾ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതും താഴത്ത് കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.